എത്ര ലോട്ടറി അടിച്ചത്? 9 ലക്ഷം. ആദ്യമായിട്ടാണ് എടുത്തത്. 89-ലല്ലേ? 89. 9 ലക്ഷം അടിച്ചു. 9 ലക്ഷം. പൂത്തുശ്ശേരിക്കാരൻ പിന്നെ ലോട്ടറി എടുത്തില്ലയോ? ഓ, ഞാൻ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കാറില്ല. ഇപ്പൊ എല്ലാ ശനിയാഴ്ചയും, അതായത് നമ്മുടെ ക്യാൻസർ രോഗികളുടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ ടിക്കറ്റ്. ആ ടിക്കറ്റ് ആര് തന്നാലും ഞാൻ കൈവിടില്ല. ഒരേ ടിക്കറ്റ് ഓരോരുത്തരെന്ന് ഓരോന്ന് മേടിക്കും. അതിന് പല പ്രാവശ്യം എനിക്ക് ചെറിയ ചെറിയ ഇത് കിട്ടിയിട്ടുണ്ട്. അത് വിട്ട് വേറെ ദിവസങ്ങളിലൊന്നും ഞാൻ ലോട്ടറി എടുക്കാറില്ല. കാര്യം ലോട്ടറി എടുക്കുന്നത് ഈ രോഗികൾക്ക് ഒരു ഉപകാരപ്പെടാൻ. ഈ 9 ലക്ഷം കൈ കിട്ടിയപ്പോ എത്ര കൈ കിട്ടി? 6,68,600 ചില രൂപ കിട്ടിയുള്ളൂ. അത് അറിഞ്ഞോ? ഇങ്ങനെ അയൽവാസികളൊക്കെ അറിഞ്ഞോ? അയൽവാസികൾ തന്നെയല്ല, എല്ലാവരും മിക്ക ആൾക്കാരും അറിഞ്ഞു. എനിക്കന്ന് ചെറിയ കിണറിന്റെ വർക്കാണ്. സമാശ്വാസനായിട്ട് ആരും അന്വേഷിച്ചു വന്നോ? സമാശ്വാസം മാത്രമല്ല, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഒരു 3 സെന്റ് സ്ഥലം മേടിച്ചു കൊടുത്തു. ഞാൻ ആ സുഹൃത്തും കൂടിയാണ് അന്ന് പണിക്ക് പോയിരുന്നത്. ആ സുഹൃത്ത് അന്ന് എന്നോട് പറഞ്ഞു, ഈ ഇന്ന് ലോട്ടറി എടുപ്പാണ്, കിട്ടിക്കഴിഞ്ഞാൽ ഒരു 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു കടങ്ങളൊക്കെ വീട്ടാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഞാനും പറഞ്ഞിരുന്നു എനിക്ക് ഒരു 25,000 രൂപ എനിക്കും കടങ്ങൾ വീട്ടാനെന്ന് പറഞ്ഞിരുന്നു. രണ്ടുപേരും കടക്കാരാണ്. എനിക്ക് 4 സഹോദരിമാരും ഞാൻ ഒരാളുള്ളൂ. എന്നിൽ മൂത്ത് 2 സഹോദരിമാരും, എന്നെ താഴെ 2 സഹോദരിമാരും. എനിക്കിപ്പോ ഈ ലോട്ടറി കിട്ടിയോണ്ട് തന്നെ എന്റെ 2 സഹോദരിമാരെ എനിക്ക് വിവാഹം ചെയ്ത് കൊടുത്തുപോകാൻ പറ്റി. വലിയ എമൗണ്ട് കിട്ടാമായിരുന്നു. ഇല്ല, ഇത് തന്നെ കിട്ടിയത് ആരാണ് സാറേ? ഇത് കിട്ടിയോണ്ട് എന്റെ കുടുംബം രക്ഷപ്പെട്ടു. എന്റെ കുടുംബം എന്നല്ല, ഇപ്പൊ ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തനം കൂടിയാ. കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമൊന്നുമില്ല, വലുതായിട്ട് കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എനിക്കന്ന് ആ കാശ് കിട്ടിയോ. വിഷമമുണ്ടോ? ലോട്ടറി എടുത്തു, രാത്രി കിടന്നപ്പം പ്രതീക്ഷിച്ചു നാളെ എന്തെങ്കിലും അടിക്കുമായിരിക്കും. ഇല്ല, അങ്ങനെ പ്രതീക്ഷയില്ല സാറേ. കാരണം ഇത് എടുക്കുന്ന ആൾക്ക് ഞാൻ എടുക്കുന്ന പോലെ തന്നെയാണ് ബാക്കിയുള്ള. ഇപ്പൊ ഞാനൊരു ചാരിറ്റി പ്രവർത്തനം തന്നെ നടത്തുന്നത്. ഞങ്ങളുടെ ഒരു USP ക്ലബ് ഉണ്ട്. ആ ക്ലബിന്റെ കീഴിൽ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനം ആർക്ക് എന്ത് വന്ന് ചോദിച്ചാലും ഏതൊരു നട്ടപാതിരായാലും ഞങ്ങൾ ചെയ്യും. ഞാനൊരു ഓട്ടോ ഡ്രൈവർ കൂടിയാ. ഇപ്പൊ ഇന്ന് ആലോചിക്കുമ്പോ 9 ലക്ഷത്തിന്റെ ബാക്കി എന്തെങ്കിലും ബാങ്കിൽ കിടപ്പുണ്ടോ? ഇല്ല, ബാക്കി ബാങ്കിലല്ല, ഞാൻ മൊത്തം സ്ഥലങ്ങൾ മേടിച്ചിട്ടു. റിയൽ എസ്റ്റേറ്റ് മുതലാളിയാ ഞാൻ അന്നാ മേടിച്ചത്. എന്റെ അച്ഛന്റെ ഒരു ഇതാണ്. അന്ന് ഇത് കാശ് കിട്ടിയപ്പോ തന്നെ പറഞ്ഞു. എന്തോ പരിപാടിയപ്പോ? ഞാൻ ഓട്ടോ ഡ്രൈവറാ. പിന്നെ കൃഷി സംബന്ധമാണ്. ഒരു 3-4 ഏക്കർ നെൽകൃഷി പണി, ഒരു 1,500 വാഴ. ഇപ്പൊ മനസ്സിലായല്ലോ, ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തൂടെ, ഒരു ലോട്ടറി എടുത്തൂടെ? യഥാർത്ഥത്തിൽ ഒരുപാട് പേർക്ക് ഒരു കാരുണ്യം, ജോലി കിട്ടുന്നു എന്ന ധാരണ കൊണ്ട് ഈ ചൂതാട്ടത്തെ അംഗീകരിക്കും. ഇല്ലല്ല, ഞാൻ ഒരു സാമൂഹ്യമായി വളരെ തെറ്റായൊരു കാര്യത്തിൽ ഏത് തരത്തിൽ തൊഴിൽ കിട്ടിയാലും സർക്കാരിന് വരുമാനം കിട്ടിയാലും ലാഭം ഉണ്ടെങ്കിൽ, ഇപ്പൊ മദ്യം പോലെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആളുകൾ കൂടുതൽ മദ്യം കുടിച്ചാൽ സർക്കാർ നന്നാവും എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ആളുകൾക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പിന്താങ്ങില്ല. അതിനെ പിന്താങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ അതിനെ എതിർക്കുന്ന ആളാ. അപ്പൊ മയക്കുമരുന്നായാലും അങ്ങനെ. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഈ അദ്ദേഹം പറഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ കേരള ലോട്ടറി തന്നെ ഏകദേശം 4 ലക്ഷം പേർക്കാണ് ഒരു ഡ്രോയിൽ പ്രൈസ് കൊടുക്കുന്നത്. ശരിക്കും ഈ ലോട്ടറി എന്ന് പറയുന്ന ഒരു സ്കീമാണ്.